ദാബത്തുൽ അർള് വന്നുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസമില്ലാത്തവരായിരുന്നു എന്ന കാര്യം ആ ജീവി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ശ്രദ്ധേയമായ ഹദീസിൽ നമുക്ക് കാണാം, ദാബത്തുൽ അർള് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താണത്? അന്നബി ഉമാമ റളിയല്ലാഹു തആല അൻ യർഫഉഹു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തഖ്റുജു ദാബ്ബ, ഈ ദാബത്ത് പ്രത്യക്ഷപ്പെട്ട് പുറത്തു വരും. ഫതസിമുന്നാസ അലാ ഖറാതീമിഹിം, ജനങ്ങളുടെ മൂക്കുകളിൽ അത് അടയാളം വെക്കും എന്നാണ്. ജനങ്ങളുടെ മൂക്കുകളിൽ അടയാളം വെക്കും, എല്ലാവർക്കും ഒരു അടയാളം വെക്കും. സുമ്മ യഗ്മുറൂന ഫീക്കും, അങ്ങനെ അടയാളമുള്ള ആളുകൾ കൂടിക്കൂടി വരും. ഹത്താ യശ്തരിയ റജുലുൽ ബഈർ, അങ്ങനെ ഒരു വ്യക്തി ഒരു ഒട്ടകത്തെ വാങ്ങി. ഫയഖൂലു, അപ്പോൾ ആളുകൾ ചോദിക്കും, മിമ്മൻ ഇഷ്തറൈതഹു, നീ ആരിൽ നിന്നാണ് ഈ ഒട്ടകം വാങ്ങിയത് എന്ന് ചോദിച്ചാൽ, ഫയഖൂലു ഇഷ്തറൈതുഹു മിൻ അഹദിൽ മുഖത്തമീൻ, മൂക്കിന് മുദ്ര വെക്കപ്പെട്ട ഒരാളിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്, മൂക്കിന് അടയാളം വെക്കപ്പെട്ട ഒരാളിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ, മൂക്കിന് അടയാളമുണ്ടാവുക എന്നത് കോമണായി മാറുകയും മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിനും മൂക്കിന് ഒരു മുദ്ര വെക്കപ്പെടുകയും ചെയ്യും. അതിൽ നിന്ന് ചില ഉലമാക്കൾ വേറെ ചില ഹദീസുകളുടെ പിൻബലത്തോടുകൂടി ആ ഹദീസുകളുടെ സിഹത്തിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് നാം ഉദ്ധരിക്കുന്നില്ല. പക്ഷെ അതിലേക്ക് സൂചന നൽകുന്നുണ്ട് ഈ ഹദീസ്. അഥവാ നേരത്തെ വിശ്വസിച്ച വിശ്വാസികളായ ഒരു ന്യൂനപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, ആ വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കും. അടയാളം വെക്കപ്പെട്ടവരൊക്കെ അവിശ്വാസികളായിരിക്കും എന്നാണ്. കാരണം ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവരാണ് എന്നത് പറയുകയും വിശ്വസിക്കാത്ത ആളുകളുടെ മൂക്കിന് ഒരടയാളം വെക്കുകയും ചെയ്യും. അതോടുകൂടി ആരൊക്കെയാണ് സത്യനിഷേധികൾ, ആരൊക്കെയാണ് സത്യവിശ്വാസികൾ എന്ന് ഈ അടയാളം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു കാര്യം കൂടി ഈ ജീവി ചെയ്യുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദാബത്തുൽ അർള് വന്ന് വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കും. പുതുതായി ഒരാൾക്കും ഇനി വിശ്വസിക്കാൻ സാധ്യമല്ല, കാരണം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിശ്വാസികളായ ആളുകൾക്കൊക്കെ അടയാളം വെക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതാണ് 9ാമത്തെ അടയാളമായി പറയപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ഇടയിൽ അവശേഷിക്കുന്നത് അവസാനത്തെ അടയാളമാണ്. മനുഷ്യരെ മുഴുവൻ മഹ്ശറിലേക്ക്, ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ഒരു തീ പുറപ്പെട്ടു വരും. സ്വഹീഹായ ഹദീസിൽ വന്നതുപോലെ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച 10 അടയാളങ്ങൾ പറയുന്ന ഹുദൈഫത്ത് ബിൻ അസീദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വആഖിറു ദാലിക്, ഈ 10 അടയാളങ്ങളിൽ അവസാനത്തത് നാറുൻ തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു തീയാണ്. തതുറുദുന്നാസ ഇലാ മഹ്ശരിഹിം, ജനങ്ങളെ മഹ്ശറിലേക്ക് അത് തെളിച്ചു കൊണ്ടുപോകും. മഹ്ശറിലേക്ക്, ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് അത് തെളിച്ചു കൊണ്ടുപോകും. ഇവിടെ ശരിക്കും മനസ്സിലാക്കണം, ഈ മഹ്ശർ കൊണ്ടുള്ള ഉദ്ദേശം ഖിയാമത്ത് നാളിന് ശേഷമുള്ള ഖബറിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ ലോകാവസാനം വരെ മരിച്ചുപോയ ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന മഹ്ശറല്ല ഉദ്ദേശം. പക്ഷേ ആ മഹ്ശറിൻ്റെയും സ്ഥാനം ഇവിടെയായിരിക്കുന്നു മാത്രം. പക്ഷേ ഈ ഒരു മഹ്ശർ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ്, അഥവാ സൂര്യനെല്ലാം ഉതിർന്നു വീഴുകയും നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുകയും സമുദ്രങ്ങൾ പൊട്ടിപ്പിളർത്തപ്പെടുകയും എല്ലാം ചെയ്യുന്ന ആ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ഈ ആളുകളെയെല്ലാം അള്ളാഹു ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടും. ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന മഹ്ശറാണത്. അതിനുശേഷമുള്ള മഹ്ശർ വേറെയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ തതുറുദുന്നാസ ഇലാ മഹ്ശരിഹിം, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് ഈ തീ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, വനാറുൻ തഖ്റുജു മിൻ ഖുഅറതി അദനിൻ തർഹലുൻ നാസ്, നേരത്തെ പറഞ്ഞു തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്നാണത് പുറപ്പെടുന്നത്. ഈ തീ പുറപ്പെടുന്ന രാജ്യം യമനാണ്. അത് തന്നെ യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെട്ട പട്ടണമായ അദൻ എന്നറിയപ്പെടുന്ന അതിൻ്റെ ഉൾഭാഗത്ത് നിന്നാണ് ഈ തീ പുറപ്പെട്ടു വരുന്നത് എന്നാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സതഖ്റുജു നാറുൻ മിൻ ഹദ്റമൗത്ത്, ഹദ്റമൗത്തിൽ നിന്ന്, ഔ മിൻ ബഹരി ഹദ്റമൗത്ത്, യമനിലെ മറ്റൊരു പട്ടണമാണ് ഹദ്റമൗത്ത്.
അദൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തന്നെ സമീപത്തായിട്ടുള്ളതാണ്. ഖബല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന് മുമ്പ് ഹളറമൗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഹളറമൗത്തിലെ ബഹറിൽ നിന്ന്, സമുദ്രത്തിൽ നിന്നൊരു തീ പുറപ്പെട്ടു വരും. തഹ്ഷുറുന്നാസ്, ജനങ്ങളെ അത് വഹിച്ചു കൊണ്ടുവരുമെന്നാണ്. ജനങ്ങളെ അത് വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ യമനിൽ നിന്ന് ഒരു തീ പുറപ്പെട്ട് അത് ജനങ്ങളെയെല്ലാം ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൊണ്ടുപോകും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം മുമ്പ് ജൂതനായിരുന്നു. അപ്പോൾ പ്രവാചകൻ സത്യപ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന്, മാ അവ്വലു അശ്റാത്തിസ്സാഅ, അന്ത്യസമയത്തിൻ്റെ അഥവാ ഖിയാമത്ത് നാൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്ന അടയാളം എന്താണ്? ഇത് 10ാമത്തെ അടയാളമാണെങ്കിലും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം 1ാമത്തെ അടയാളമാണ്. അതാണ് ഇവിടെ അങ്ങനെ ചോദിച്ചത്. മനസ്സിലാക്കുക, നാം നേരത്തെ പറഞ്ഞ 10 അടയാളങ്ങളിൽ അവസാനത്തേതാണ് ഇതെങ്കിലും ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ആ അസ്സാഅ, അന്ത്യസമയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അടയാളം എന്തായിരിക്കും? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, അമ്മ അവ്വലു അശ്റാത്തിസ്സാഅ ഫനാറുൻ തഹ്ഷുറുൻ നാസ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, മശ്രിഖിൽ നിന്ന് മഗ്രിബിലേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുവരുന്ന ഒരു തീയാണ്. ഇവിടെ മശ്രിഖ് കൊണ്ടുള്ള ഉദ്ദേശം യമനിൻ്റെ നേരത്തെ പറഞ്ഞ ഭാഗമാണ്. മഗ്രിബ് കൊണ്ടുള്ള ഉദ്ദേശം ഷാം പ്രദേശമാണ്. അത് കൃത്യമായി ഇനി വരുന്ന ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഷാമിലേക്ക്, മഗ്രിബിലേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുവരികയും ആ മഹ്ശർ ഷാമിലുമായിരിക്കും.